ആപ്കി അദാലത്തിൽ BJP നേതാവ് നിഷികാന്ത് ദുബെയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സ്ത്രീ നേതാക്കന്മാരെ അപമാനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നിഷികാന്ത് സാർ, പാർലമെന്റിൽ ധാരാളം സ്ത്രീ നേതാക്കന്മാരുണ്ട് താങ്കളുടെ കൊളീഗ്സ് ആയിട്ട്. അതിലൊരു വ്യക്തിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മഹുവ മൊയ്ത്ര. അവരെ താങ്കൾ വ്യഭിചാര നഗറിലെ മരുമകൾ എന്നാണ് വിളിച്ചത്. അതായത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ഇപ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, ജനങ്ങൾക്കിപ്പോൾ ഹിന്ദിയിൽ ശരിക്ക് വായിക്കാൻ അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ട്വിറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദിയിൽ ഒരു പ്രൊഫസറാണ്. ഹിന്ദിയിൽ നിങ്ങൾ എന്നെക്കാളും വലിയ ജീനിയസാണ്. ഞാനത് പൂർണ്ണമായിട്ട് വായിക്കും, മുഴുവനും വായിക്കൂ. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയാത്ത ഒരു വ്യക്തി, പ്രത്യേകിച്ചും മനസ്സിന്റെ സമനില തെറ്റിയ വ്യക്തി, ബംഗാളിൽ നിന്ന് വന്ന ഒരു സ്ത്രീ MP, ഒപ്പം ജാർഖണ്ഡിൽ നിന്ന് വരുന്ന മാനസിക നില തകർന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ഇവരെക്കുറിച്ച് ആരും മതിപ്പില്ലാത്ത രീതിയിൽ അഭിപ്രായങ്ങൾ പറയണ്ട എന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ വ്യഭിചാരി നഗറിന് പോലും ചില മര്യാദകൾ നമ്മൾ നൽകിയിരുന്നു. സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ, പ്രസ് കോൺഫറൻസിൽ എന്നെ പിറ്റ്ബുള്ളെന്ന് വിളിക്കുന്നു, കൂടാതെ മറ്റു പലതും എന്നെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്കാർ അവർക്ക് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഒരു ഭാഗത്ത് അവര്, പിന്നൊന്ന് ഞങ്ങളുടെ ഭാഗത്തുള്ള MLA. അദ്ദേഹം ജാർഖണ്ഡിലെ മന്ത്രിയാണ്. നടപടിയെടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവണ്ടേ? ഞാൻ MP, നിങ്ങൾ MLA, പിന്നെ പ്രായം കൊണ്ട് ഞാൻ മൂത്തതാണ്. അവര് ചീത്ത വിളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കങ്ങനെ തോന്നി. ഇത് തെറ്റാണ്. സ്ത്രീകളെ ബഹുമാനിക്കണം. സ്ത്രീ അമ്മയാണ്, മകളാണ്, ഭാര്യയാണ്. അതുകൊണ്ട് ആ ട്വിറ്റർ ഞാൻ മനഃപൂർവ്വം എഴുതിയതാണ്. പക്ഷേ ഞങ്ങളുടെ ഏരിയയിൽ ഇവർ MLAയും MP യുമാണ്. പക്ഷേ നമ്മുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, വ്യഭിചാരിയാണെങ്കിൽ, അന്നത്തെ കാലത്ത് അവരെയും നമ്മൾ ബഹുമാനിച്ചിരുന്നു, അവരെയും നമ്മൾ നന്നായി പരിഗണിച്ചിരുന്നു. ഞാൻ ആ അർത്ഥത്തിലാണ് അത് എഴുതിയത്. വളരെ ബുദ്ധിപരമായിട്ടാണ് ഉത്തരം പറഞ്ഞത്, ആരും താങ്കളെ കുറ്റപ്പെടുത്താത്തതുപോലെ. എല്ലാവർക്കും സത്യം അറിയാം. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്, അവരും തെറ്റായിട്ടാണ് സംസാരിക്കുന്നത്. താങ്കളെക്കുറിച്ചും താങ്കളുടെ ഭാര്യയെക്കുറിച്ചും താങ്കളുടെ സഹോദരിയെ താങ്കൾ വിവാഹം കഴിച്ചെന്നും. അതുകൊണ്ടാണോ താങ്കൾ അത്രത്തോളം ദേഷ്യപ്പെട്ടത്? എന്റെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 25 വർഷമായി കഴിഞ്ഞു. മക്കളൊക്കെ വളർന്നു വലുതായി. ഹേമന്ത് സോരെ എന്റെ പേരിൽ 52 കേസുകൾ കൊടുത്തു. എന്റെ 87-88 വയസ്സുള്ള അമ്മയുടെ പേരിലും കേസ് കൊടുത്തു. എന്റെ വൈഫിന്റെ പേരിലും കേസ് കൊടുത്തു. എന്റെ മക്കൾ വളർന്നു വലുതായി, 17-18 വയസ്സായി, അവരുടെ പേരിലും കേസ് കൊടുത്തു. പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കാര്യം എന്നോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് എത്ര സഹോദരിമാരുണ്ട്, എത്ര മക്കളുണ്ട്? ഞാൻ നിങ്ങളോട് പറയില്ല. ഇതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. ഞാൻ രാഷ്ട്രീയത്തിൽ ഇത്രയും കാലമായിട്ടും ഇതുവരെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. എന്റെ പേരിൽ എന്തു കുറ്റവും ആരോപിച്ചോളൂ. ഞാൻ ഇതുവരെ ആരുടെയെങ്കിലും അമ്മയുടെ പേരിലോ മകളുടെ പേരിലോ ഭാര്യയുടെ പേരിലോ ഒരു കുറ്റവും ആരോപിച്ചിട്ടില്ല. പക്ഷേ ഇവരിങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ എല്ലാവരും കണ്ണാടി വീടുകളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കല്ലെറിയുമ്പോൾ നമ്മളത് തടയാൻ തയ്യാറാവണ്ടേ? ഞാൻ ഗംഗാനദിക്കരയിൽ ജനിച്ചു വളർന്നയാളാ. ആ ഗംഗാനദിക്കര എനിക്ക് അത്രയും ധൈര്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോരാടും, ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ. അതായത് ഒരു MLA, ജാർഖണ്ഡിന്റെ MLA ആണ്. ദീപിക പറയുകയാണ്, ഇതിനേക്കാൾ നല്ലത് ഞങ്ങളെ വ്യഭിചാരി എന്ന് വിളിക്കുന്നതായിരുന്നു. അത് ശരിക്കും അവർ വളർന്നു വന്ന ജീവിത രീതിയായിരിക്കാം. ഞങ്ങൾ വളർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്കൊരു പാഠം പഠിപ്പിച്ചു തന്നു. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. നിങ്ങളും മര്യാദയുള്ള ഭാഷ ഉപയോഗിക്കൂ, ഞാനും അതുപോലെ മര്യാദയുള്ള ഭാഷ തന്നെ പ്രയോഗിക്കാം. അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിഷികാന്ത് ദുബെക്ക് ദേഷ്യം വരാൻ കാരണം അദ്ദേഹത്തിന്റെ MBA ഡിഗ്രി ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശരി, നിങ്ങളിത് ആദ്യമായിട്ട് ചോദിക്കുന്നതല്ലേ, എനിക്കും ഇത് വിശദീകരിക്കാനുള്ളൊരു അവസരം കൈവന്നിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ജാർഖണ്ഡ് ഗവൺമെന്റ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണവും നടന്നിരുന്നു. ചാർജ് ഷീറ്റും സമർപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോർട്ടിൽ FIRഉം ചാർജ് ഷീറ്റും രണ്ടുമുണ്ടായിരുന്നു. അവർ സുപ്രീം കോടതിയിൽ പോയി. എന്റെ പേരിൽ കേസ് നടത്താനായി ജാർഖണ്ഡ് ഗവൺമെന്റ് വക്കീലന്മാർക്ക് വേണ്ടി 60-70 കോടി രൂപ ചെലവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സുപ്രീം കോടതിയിൽ പരിശോധിച്ച ശേഷം എല്ലാം ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ 2019-ലും എന്റെ ഭാഗത്തുള്ള രേഖകളെല്ലാം ഞാൻ ഹാജരാക്കി. 2014-ലും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും എതിർപാർട്ടിക്കാർ പറയുന്നതാണ് ശരിയെന്ന് പറയുമ്പോഴാണ് എനിക്കെന്ത് ചെയ്യാൻ കഴിയും? സുപ്രീം കോടതിയെ പോലും നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. താങ്കൾ
വിഷയങ്ങളെ മാറ്റുന്നതിൽ പ്രത്യേക കഴിവ് ലഭിച്ച വ്യക്തിയാണ്. ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മെഹുവ മേത്ര പറഞ്ഞത് താങ്കളെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കണമെന്നാണ്. പക്ഷേ താങ്കൾ അവരെയാണ് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത്. ഞാൻ താങ്കളോട് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ആരാണോ എന്നോട് പ്രശ്നമുണ്ടാക്കാൻ വരുന്നത്, അതും തെറ്റായ രീതിയിൽ നുണപ്രചരണവുമായി മോശമായ രീതിയിൽ അറ്റാക്ക് ചെയ്താൽ, ഞാൻ ഗംഗാ നദിക്കരയിൽ ജനിച്ചു വളർന്നയാളാണ്. ഒന്നുകിൽ അവരുണ്ടാവണം, അല്ലെങ്കിൽ ഞാനുണ്ടാവണം. ഇതാണ് എൻ്റെ ജീവിതത്തിലെ രീതി. അതുകൊണ്ടാണ് താങ്കൾ അവരുടെ മേൽ കുറ്റം ആരോപിച്ചത്. അവർ പണം വാങ്ങിച്ചുകൊണ്ട്, ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പാർലമെന്റിൽ ഞാൻ സംസാരിക്കുന്നു. കുറ്റം ആരോപിച്ചതല്ല, പ്രൂവ് ചെയ്തതാണ്. പാർലമെന്റിൽ നിന്ന് അവരെ പുറത്താക്കി, സുപ്രീം കോടതിയും സമ്മതിച്ചു, ലോക്പാൽ ജഡ്ജ്മെന്റും വന്നു. കുറച്ചു ദിവസത്തിനകം ചാർജ് ഷീറ്റും ഫയലാകുമല്ലോ. ചാർജ് ഷീറ്റ് ഫയലായി കഴിഞ്ഞാൽ 7 വർഷം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പിന്നെ 6 വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. 15 വർഷം അവരുടെ ജീവിതം തന്നെ വേസ്റ്റായി പോകും. അപ്പോൾ താങ്കളെ എതിർക്കുന്നത് വളരെ ആപത്താണ്. പക്ഷേ ഈ കാര്യങ്ങൾ സത്യമാണോ? അതായത് താങ്കൾക്ക് ലഭിച്ച ഇൻഫർമേഷൻ ഒരു വക്കീൽ മുഖേനയാണ് വന്നത്. ആ വക്കീൽ അവരോട് വളരെ ക്ലോസ് ആയിരുന്നു. ആ വക്കീൽ അവരെ പറ്റിച്ചുകൊണ്ടാണ് ആ പേപ്പർ താങ്കൾക്ക് നൽകിയെന്ന് കേട്ടു. ആരാരെ പറ്റിച്ചു എന്നുള്ളത് വക്കീൽ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള ചില വിവരങ്ങൾക്ക് ഒരിക്കലും പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിയല്ല. പക്ഷേ എനിക്ക് പല വിവരങ്ങളും കിട്ടിക്കൊണ്ടേയിരിക്കും. എനിക്ക് കിട്ടിയ വ്യക്തിപരമായ വിവരങ്ങൾ വെച്ചുകൊണ്ട്, അതായത് എനിക്ക് എന്റെ റിസർച്ചിൽ വളരെ വിശ്വാസമുണ്ട്. ആസ് എ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന നിലയ്ക്ക് എന്നോട് തന്നെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതുകൂടാതെ എന്റെ പക്കൽ ഗവൺമെന്റിന്റെ ഇമെയിലുണ്ട്. ഇമെയിൽ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും തുറക്കാനുമുള്ള അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ. ദർശൻ ഹീരാനന്ദാനി ഒരു വലിയ ബിസിനസ്മാനാണ്. അതായത് ഹീരാനന്ദാനി ബിൽഡേഴ്സ്. അദ്ദേഹത്തിനും മഹുവ മേത്രയ്ക്കും സുഹൃത്ത് ബന്ധമുണ്ട്. അവരവരുടെ പാസ്വേഡ്, അക്കൗണ്ട്, ഇമെയിൽ, ക്വസ്റ്റ്യൻ, അതായത് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം, എന്തൊക്കെ ചോദിക്കാൻ പാടില്ല. ദർശൻ ഹീരാനന്ദാനി അദ്ദേഹത്തിന്റെ ശത്രുക്കളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അതൊക്കെ മഹുവ മേത്രയാണ് ചോദിക്കുന്നത്. അതിന് പകരമായി എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടുന്നുണ്ടാവും, വിദേശത്ത് പോകാനൊക്കെ. അതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോഴാണ് ദർശൻ ഹീരാനന്ദിനെക്കുറിച്ച് ഞാൻ അറിയാനിടയായത്. അതിനുശേഷം ദർശൻ ഹീരാനന്ദാനി ജിക്ക് ഞാൻ മെസ്സേജ് അയച്ചു, നിങ്ങൾക്കെതിരെ എങ്ങനെയുള്ള ആരോപണങ്ങളുണ്ട്, അതിനെന്താ മറുപടി. അതിനദ്ദേഹം എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നിഷിക ദുബെയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് മഹുവ മേത്ര പറഞ്ഞത്രേ. ഞാൻ സൗഹൃദത്തിന്റെ പേരിലാണ് അദ്ദേഹത്തോട് ഇക്കാര്യം പറയാൻ ഉദ്ദേശിച്ചത്. പിന്നീട് അദ്ദേഹം രക്ഷപ്പെടാൻ പല പഴുതുകളും നോക്കി. മഹുവ മേത്രയ്ക്കും അദ്ദേഹത്തിനും യാതൊരു ബന്ധവുമില്ലെന്ന് പറയുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും മഹുവ മേത്രയുമായി പങ്കുവയ്ക്കുന്നു. പിന്നീട് ഞാൻ എത്തിക്സ് കമ്മിറ്റിയിൽ പോയി. പിന്നെന്താണുണ്ടായെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാതായി. ഇപ്പോഴും അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കിട്ടുമെന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. ഞാൻ അറിഞ്ഞത് അവർ താങ്കളോട് ക്ഷമ ചോദിച്ചൊരു കോംപ്രമൈസിൽ പോകാൻ ആഗ്രഹിക്കുന്നതാണ്. 2024 ഇലക്ഷനിൽ ജയിച്ചതിന് ശേഷം അവർ വന്നിരുന്നു. സോ രാഷ്ട്രീയത്തിനപ്പുറം ചില സുഹൃത്തുക്കളുമുണ്ടല്ലോ. അങ്ങനെ ഒരു 4-5 പേർ വന്ന് സംസാരിച്ചു. ഈ അടുത്ത കാലത്തൊരു വിവാഹത്തിൽ വെച്ച് ഞാൻ അവരെ കണ്ടുമുട്ടിയിരുന്നു. ഞാൻ ഈ കാര്യം എൻ്റെ സീനിയർമാരായ ലീഡർമാരുമായും സംസാരിച്ചു. ഇത് പാർട്ടിയുടെ പോരാട്ടമാണ്. ഇത് പാർലമെന്റാണ് തീരുമാനിക്കേണ്ടത്. പാർലമെന്റിൽ എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് പാർട്ടിയുടെ സീനിയർ ലീഡേഴ്സാണ് പറയേണ്ടത്. ഒരു സീനിയർ ലീഡർ പറഞ്ഞു, ഒരു വ്യക്തിയെ കണ്ട് സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന്. പക്ഷേ നമ്മുടെ ഇമേജിന്റെ കാര്യത്തിൽ 2 കാര്യങ്ങൾ വ്യക്തമായുണ്ട്. അതായത് സംസാരിക്കാതെ തന്നെ പാർട്ടിയുടെ ഒഫീഷ്യൽ സ്പോക്ക് പേഴ്സണായി. രണ്ടാമതായി ഒരു ഇമേജുണ്ട്. ഒരു തവണ പോരാടാൻ തുടങ്ങിയാൽ എന്തു ചെയ്താലും എത്ര സമ്മർദ്ദം ചെലുത്തിയാലും മാറ്റാൻ കഴിയില്ല. എന്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കും. അതായത് എനിക്ക് ആവശ്യമുള്ള ഉത്തരം കിട്ടി. അതുകൊണ്ട് ഞാൻ അക്കാര്യം അതോടുകൂടി വിട്ടു. ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കും. താങ്കൾ സ്ത്രീകളെപ്പറ്റി കമന്റ് പറയും. താങ്കൾ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ വൈഫ് താങ്കളെ വഴക്കു പറയൂ ഇല്ലയോ? ഇല്ലില്ല, ഞാനിതുവരെ പാർലമെന്റിൽ സ്ത്രീകൾക്കെതിരായി ഒരു ചെറിയ കാര്യം പോലും ഉന്നയിച്ചിട്ടില്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. സ്ത്രീകളുടെ റിസർവേഷന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പാർട്ടിയാണ് എന്നെ ഏൽപ്പിച്ചത്. ഞാൻ സ്ത്രീകളെക്കുറിച്ച് കമന്റ് അടിക്കില്ല. ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാം. അതായത് പാർലമെന്റിൽ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, എത്ര സ്ത്രീ പാർലമെന്റ് മെമ്പേഴ്സ് ഉണ്ടോ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള അംഗമാണെങ്കിലും ശരി, അത് BJP ആണെങ്കിലും DMK ആണെങ്കിലും അല്ലെങ്കിൽ NCP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. അവരെല്ലാവരും എൻ്റെ കുടുംബ സുഹൃത്തുക്കളെ പോലെയാണ്. അതിൻ്റെ പേരിൽ എൻ്റെ വൈഫ് ചിലപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞേക്കാം, നിങ്ങൾക്കെന്താ ഇത്രയും പെൺസുഹൃത്തുക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്.
താങ്കൾ സ്ത്രീകൾക്കെതിരായിട്ടൊന്നും പറയുന്നില്ലെന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിന്റെ സ്പോക്ക് പേഴ്സണായ സുപ്രിയ സീനീത് പറയുന്നു. അവരുടെ ഒരു ട്വീറ്റാണ്, നിഷികാന്ത് ദുബെ ഒരു ബുദ്ധിയില്ലാത്ത ചിതറിയ മനസ്സുള്ള ഒരു പെൺ MP ആയ മെഹുവ മോത്രയെയും മറ്റൊരു പെൺ MLAയെയും വളരെ വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചെന്നു. അതിന് മറുപടിയായി എനിക്ക് പറയാനുള്ളത്, സുപ്രിയജിയുടെ പേരിൽ എനിക്ക് ഒരു കമന്റും പറയാനില്ല. കാരണം സ്ത്രീകളെ ഞാൻ കമന്റ് അടിക്കില്ല. താങ്കളുടെ ആനിവേഴ്സറി വീഡിയോ അടുത്തിടെ വൈറലായിട്ടുണ്ട്. അതില് വലിയ വലിയ ഹോട്ടലുകളും ഗ്രാൻഡ് സെലിബ്രേഷനുകളും അതിൽ തന്നെ കോടികൾ ചെലവാക്കിയതായിട്ട് കണ്ടിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണോ? ഞാനൊരു പാവപ്പെട്ടവനാണെന്ന് നിങ്ങളോട് എപ്പോഴാ പറഞ്ഞത്? ഞാൻ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ അവർ പറഞ്ഞ വീഡിയോ വൈറലായ സമയത്ത് ഒരു കുറ്റാരോപണം ഉണ്ടായിരുന്നു. എല്ലാ സുരക്ഷാ നടപടികളും ഗുൽമർഗിലും പെഹൽഗാമിലും താങ്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നു, വന്ന VIP-കൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെഹൽഗാമിൽ കൃത്യമായ സുരക്ഷ ഇല്ലാതെ പോയതെന്നാണ് പറയുന്നത്. കാശ്മീരിലെ ജനങ്ങളുടെ ജീവിത രീതിയും പിന്നെ അവിടുത്തെ ജോഗ്രഫിയും അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? പഹൽഗാമിനും ഗുൽമോറിനും ഇടയ്ക്ക് 3 മണിക്കൂർ ദൂരമുണ്ട്. ഒരുപക്ഷെ ഗുൽമോറിൽ നിന്ന് പഹൽഗാമിലേക്ക് പോയാലും അവിടുന്ന് 3 മണിക്കൂർ വേണം. അങ്ങനെയുള്ളപ്പോ 3 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്തേക്ക് 7 ദിവസം മുമ്പ്, അതായത് ഇത് നടന്നത് 14-15-ന്, പഹൽഗാമിൽ ആ സംഭവം 24-നാണ് നടന്നത്. അതായത് 7 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ എല്ലാ സെക്യൂരിറ്റിയും അവിടെ കൊണ്ട് നിർത്തിയായിരുന്നു. ഞാൻ 15-ാം തീയതി പോയില്ലേ? ഇതിനെക്കുറിച്ച് ജനങ്ങൾക്കറിയില്ല. സെക്യൂരിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നക്സലറ്റ് ഏരിയയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടൊരു MP ആണ്. 2009 മുതൽ എനിക്ക് Y+ സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ ഇതുവരെ എന്റെ വണ്ടി, ഞാൻ സ്റ്റുഡിയോയിൽ വരുമ്പോഴും ഞാനാണ് വണ്ടി ഓടിച്ചു വന്നത്. ഞാൻ എന്റെ ബോഡി ഗാർഡ്സിനെ എന്റെ ഒപ്പം കൂട്ടിക്കൊണ്ടു വരാറില്ല. പോലീസിന് എനിക്ക് സുരക്ഷ തരണമെന്ന് തോന്നിയാൽ തരാം, അല്ലെങ്കിൽ വിട്ടുകളയാം. അവിടെ വന്നവർ പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട എന്റെ MP സുഹൃത്തുക്കളാണ്. അവിടെ വന്നവരിൽ ഒരാൾ പോലും സാധാരണ ബിസിനസ്മാനോ തൊഴിലുടമയോ പോലീസ് ഉദ്യോഗസ്ഥനോ അല്ല. എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. എല്ലാവരും MP-മാരാണ്. അവരിൽ ചിലർക്ക് Z സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, Z+ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ഒരാൾക്ക് Y ഉണ്ടായിരുന്നു, ഒരാൾക്ക് Y+ ഉണ്ടായിരുന്നു. അത് അവരുടെ സെക്യൂരിറ്റി ആണെങ്കിൽ ജമ്മു കാശ്മീർ സർക്കാരിന്റെ ജോലിയാണത്. ഞങ്ങൾ സെക്യൂരിറ്റി ചോദിച്ചോ? ഞങ്ങൾ സെക്യൂരിറ്റി ചോദിച്ചിട്ടേ ഇല്ല. എനിക്കതിന്റെ ആവശ്യവുമില്ല. പേടി തോന്നിയില്ലേ? എന്തിനു ഭയപ്പെടണം? എന്നെ കണ്ട് മറ്റുള്ളവരാണ് ഭയപ്പെടുന്നത്.